all of you, welcome to the online section of Tutor Exotic. I am your maths teacher. My name is Jain. Okay, അപ്പോൾ നമ്മുടെ +1 മാത്തമാറ്റിക്സിലെ 5ാമത്തെ ചാപ്റ്ററായ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ +1 മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ആകെ നമുക്ക് ഈ വർഷം പഠിക്കാനായിട്ട് 16 ചാപ്റ്ററുകളുണ്ട്. ഈ 16 ചാപ്റ്ററും എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ബേസിക് കൺസെപ്റ്റ് നല്ലതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാ ചാപ്റ്റേഴ്സും ഈസിയായി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആ എല്ലാ ചാപ്റ്ററും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരെണ്ണമാണ് കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നിങ്ങൾ സെറ്റ് ഒക്കെ പഠിച്ചു തുടങ്ങിയല്ലേ? സെറ്റൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അതുപോലെ തന്നെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഓൺലൈൻ സെക്ഷനാണ് 35-40 മിനിറ്റൊക്കെ ഉള്ള ഓൺലൈൻ സെക്ഷൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പോലെ കൂടെ നോട്ടൊന്നും തന്നു പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ് കാണാനായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു ബുക്കും ഒരു പേനയും എടുത്തിട്ട് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ അതുപോലെ ബുക്കിൽ എഴുതി വരിക. ഓക്കെ, ഇപ്പോൾ ഒരു ഡെഫിനിഷനൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളത് കേട്ട് ബുക്കിൽ എഴുതുക. ഓക്കെ, നമുക്ക് നോട്ടൊന്നും തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മാത്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാമല്ലോ, നോട്ടൊക്കെ തരുന്ന കാര്യമൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് തരാം. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുക. കൂടെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് കൂടി എടുത്ത് അത് ചെയ്യണം. ഓക്കെ, പിന്നെ ഈ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ 2 പ്രാവശ്യം എഴുതി പഠിക്കുകയും വേണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ റെഗുലർ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് കോംപ്ലക്സ് നമ്പർ. പക്ഷേ നമ്മളിവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കേട്ടിട്ടുണ്ട്. മലയാളം മീഡിയം സ്റ്റുഡൻസ് ആണെങ്കിൽ ദ്വിമാന സമവാക്യം എന്ന് 10ാം ക്ലാസ്സിലെ ദ്വിമാന സമവാക്യം എന്നുള്ള കേട്ടിട്ടുണ്ട്. ദ്വിമാന സമവാക്യത്തിൻ്റെ ഇംഗ്ലീഷാണ് എന്ത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിന് ഡയറക്റ്റ് മനസ്സിലായി കാണും. മലയാളം മീഡിയത്തിൽ നിന്ന് കുട്ടികൾ കാണും. അവർക്ക് വേണ്ടിയാണ് ദ്വിമാന സമവാക്യം അല്ലേ. 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. ഒരു ദ്വിമാന സമവാക്യത്തിൻ്റെ സാമാന്യ രൂപം എന്തായിരുന്നേ? ax² + bx + c = 0. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം അല്ലേ. ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ, ഈ 5ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ആദ്യം നോക്കാം, തുടക്കം തൊട്ട് അവസാനം വരെ. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കിൽ പറയുന്നത് ഈ കോംപ്ലക്സ് നമ്പർ. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് കോംപ്ലക്സ് നമ്പർ. എന്താണ് കോംപ്ലക്സ് നമ്പർ? ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ സാധാരണ നമ്പേഴ്സ് 1, 2, 3 എന്നൊക്കെ എഴുതൂലേ? അപ്പോൾ അതുപോലെ ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ പഠിക്കും. അത് പഠിച്ചതിന് ശേഷം അതിൻ്റെ ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പർ. ഇത് സി എന്ന് വെച്ചാൽ കോംപ്ലക്സ് നമ്പർ. ബോർഡിൽ സ്ഥലമായിരുന്നു അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പർ. ആൾജിബ്ര എന്ന് വെച്ചാൽ എന്താണേ? ഓപ്പറേഷൻസ് അല്ലേ. ഏതൊക്കെ ഓപ്പറേഷൻസാണ് മാത്സിലുള്ളത്? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. ഈ 4 അല്ലേ. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഈ 4 ഓപ്പറേഷൻസാണ് നമുക്ക് മാത്തമാറ്റിക്സിൽ നമുക്ക് മെയിനായിട്ടുള്ളത് അല്ലേ. ഈ 4 ഓപ്പറേഷൻസിൻ്റെയും കോംപ്ലക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമുക്ക് പഠിക്കാം. ഈ ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പർ. ഒരു പുതിയ നമ്പർ നമ്മൾ പഠിക്കുമ്പോൾ, കോംപ്ലക്സ് നമ്പർ എന്നുള്ളൊരു പുതിയ നമ്പറാണ്, ഒരു ടൈപ്പ് ഓഫ് നമ്പറാണ്. അത് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആൾജിബ്ര കൂടി പഠിക്കണ്ടേ? ആൾജിബ്ര എന്ന് വെച്ചാൽ എന്താണ്? അതെങ്ങനെ കൂട്ടുമെന്ന് പഠിക്കണം, അതെങ്ങനെ കുറയ്ക്കുമെന്ന് പഠിക്കണം, അതിന് തമ്മിൽ 2 കോംപ്ലക്സ് നമ്പർ തന്നാൽ അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് പഠിക്കണം, 2 കോംപ്ലക്സ് നമ്പർ തന്നാൽ അതെങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്ന് പഠിക്കണ്ടേ? വളരെ സിമ്പിളാണ്, നമുക്കെല്ലാം പഠിക്കാം. അത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കിൽ മോഡുലസ് ആൻഡ് കോൺജുഗേറ്റ്. മോഡുലസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, മോഡുലസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. പിന്നെ കോൺജുഗേറ്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ ഒരു ടോപ്പിക് എത്തുമ്പോൾ അത് വ്യക്തമായി പഠിക്കാം. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, മോഡുലസ് ആൻഡ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാനുള്ളത് ആർഗൻറ്റ് പ്ലെയിൻ ആൻഡ് പോളാർ റെപ്രസെൻറ്റേഷൻ. എന്താണ് ആർഗൻറ്റ് പ്ലെയിൻ ആൻഡ് പോളാർ റെപ്രസെൻറ്റേഷൻ? അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു
കാർട്ടീഷ്യൻ പ്ലെയിൻ, അതായത് എക്സ് വൈ പ്ലെയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ പോയിന്റുകളൊക്കെ ഡിനോട്ട് ചെയ്യുന്നത്, അതായത് 2, 3 എന്ന പോയിൻ്റൊക്കെ നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യത്തില്ലേ? ഈ 2 എന്താണ് എക്സിൻ്റെ ഡിസ്റ്റൻസ്, ഈ 3 എന്താണ് വൈൻ്റെ ഡിസ്റ്റൻസ്. അങ്ങനെ കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമ്മൾ എന്താണ് ഒരു പോയിൻ്റൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യം പഠിച്ചിട്ടില്ലേ? അതുപോലെ കോംപ്ലക്സ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആർഗൻറ്റ് പ്ലെയിൻ, പിന്നെ അതിൻ്റെ പോളാർ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ആ ഒരു ടോപ്പിക് എത്തുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യം പഠിക്കാം. ലാസ്റ്റിലുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ 10ാം ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് കോംപ്ലക്സ് നമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ടുള്ള 1, 2, 3, 4. ഈ ആദ്യത്തേൽ നമ്മൾ എന്താണെന്ന് പഠിക്കുന്നതെന്നുള്ളത്, ബാക്കി 4 കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കാര്യം അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കാര്യം എന്താണ്? ax² പ്ലസ് bx പ്ലസ് c = 0. ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. എന്താണ് ഇത്? ജനറൽ ഫോം ഓഫ് എ കോംപ്ലക്സ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് ദ്വിമാന സമവാക്യത്തിൻ്റെ സാമാന്യ രൂപം എന്ന് പറയും അല്ലേ? ദ്വിമാന സമവാക്യത്തിൻ്റെ സാമാന്യ രൂപം ax² പ്ലസ് bx പ്ലസ് c = 0. ഇവിടെ ഈ =0 കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ? ദ്വിമാന സമവാക്യം എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇവിടെ ഇത്ര മാത്രം എഴുതി കഴിഞ്ഞാൽ ദ്വിമാന സമവാക്യം ആവോ? ഇല്ല, ദ്വിമാന സമവാക്യം കംപ്ലീറ്റ് ആവണമെങ്കിൽ =0 കൂടി വേണം അല്ലേ? =0 കൂടി വേണം. ഇതാണ് ദ്വിമാന സമവാക്യത്തിൻ്റെ സാമാന്യ രൂപം എന്ന് പറയുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതിലെ വേരിയബിൾ ആയ എക്സിൻ്റെ വാല്യൂ അല്ലേ? ഇതിലെ വേരിയബിൾ ഏതാണ്ട് എക്സ് അല്ലേ? വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതിലെ വേരിയബിളായ എക്സിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ വർഷം നല്ലതുപോലെ പഠിച്ചതാണ് അല്ലേ? എക്സ് = എങ്ങനെയാണ് കിട്ടുന്നത്? ഓർത്ത് നോക്കിക്കോ, -b ± √b² - 4ac ബൈ എന്താണ് 2a എന്നുള്ളതാണ് ഇതിൻ്റെ എക്സിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ? ഈ ബിയും എയും സിയും എല്ലാം എന്താ ഇവിടെ ഉണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇതിൽ എന്താണോ വരുന്ന വാല്യൂസ് അതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ എക്സിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. എന്താണ്? -b ± √b² - 4ac ബൈ 2a അല്ലേ? ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കണ്ടീഷൻ കൂടി എഴുതിയായിരുന്നു. എന്ത്? b² where b² - 4ac > 0 ആയിരിക്കണമെന്നുള്ള ഒരു കണ്ടീഷൻ കൂടി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് b² - 4ac > 0 വരുന്നത്? ഇതിൻ്റെ വാല്യൂ > 0, അതായത് 0ക്കാളും വലിയ നമ്പേഴ്സ് വേണം. 1, 2, 3 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണ്? ഇത് റൂട്ടിൻ്റെ അകത്തല്ലേ വരുന്നത്. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് വരുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് (0) -1 എന്ന് വന്ന് കരുതുക. -1 റൂട്ട് -1 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതല്ല, ഇതിൻ്റെ വാല്യൂ > 0 വരുന്നതാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ ഇവിടെ എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന്. ഇതിൻ്റെ വാല്യൂ <0 വന്നാൽ എന്ത് സംഭവിക്കും? b² - 4ac <0 വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിന് നമുക്ക് കുറേ നിർവചനങ്ങൾ, ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഈ ചാപ്റ്റർ എന്നൊരു ഐഡിയ, പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ചാപ്റ്ററിലോട്ട് പോവാം. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ 10ാം ക്ലാസ്സിലും പഠിച്ചതാണ്. എന്നാലും നിങ്ങൾ ബുക്കിൽ എഴുതിയിട്ടേക്കുക. ഇതെന്തെന്ന് എഴുതും? ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് എഴുതിയിട്ട് ഇത് എഴുതുക. എന്നിട്ട് സൊല്യൂഷൻ ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് ഹെഡിങ് എഴുതിയിട്ട് എന്താണ്? x = -b ± √b² - 4ac ബൈ 2a. ഇവിടുന്ന് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇതിന് എത്ര സൊല്യൂഷൻ കാണും? ഇവിടെ എക്സിന് എത്ര വാല്യൂ കിട്ടും? എക്സിന് 2 വാല്യൂ കിട്ടും. -b പ്ലസ് √b² - 4ac ബൈ 2a എന്നുള്ള ഒരു വാല്യൂയും -b മൈനസ് √b² - 4ac ബൈ 2a എന്നുള്ള രണ്ടാമത്തെ വാല്യൂ അല്ലേ? അങ്ങനെ 2 സൊല്യൂഷൻ കാണും അല്ലേ? ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതായത് നമുക്കൊരു കാര്യം കൂടി ഇതൊന്ന് മനസ്സിലാക്കാം. ഇവിടെ എക്സിൻ്റെ
ഹയസ്റ്റ് പവർ 2 ആണ്. ഇവിടെ 1 ഇവിടെ 2. അപ്പം ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 ഹയസ്റ്റ് പവർ 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് മിനിമം 2 സൊല്യൂഷൻ കാണും. ഞാൻ ചോദിക്കട്ടെ, ഹയസ്റ്റ് പവർ 3 വന്നു, എത്ര സൊല്യൂഷൻ കാണും? ഇവിടെ 3 സൊല്യൂഷൻ കാണും. അതായത് എക്സിൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണോ, എക്സ് എന്നുള്ളത് വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണോ അത്രയും തന്നെ സൊല്യൂഷൻസ് നമുക്ക് ആ ഒരു ഇക്വേഷന് കാണും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറേ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാതെ? നമ്പറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും മെയിൻ ക്ലാസിഫിക്കേഷൻ ഏതാണ്? നമ്പേഴ്സിൻ്റെ. നമ്പറിനെ എല്ലാം നമ്മൾ ഇത്രയും നാൾ പഠിച്ച നമ്പറിനെ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന ഗ്രൂപ്പ് ഏതാണിടെ? റിയൽ നമ്പർ എന്ന് കേട്ടുണ്ടോ? റിയൽ നമ്പേഴ്സ് എന്ന് കണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ R വെച്ചിട്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പഠിച്ച എല്ലാ നമ്പറിനെയും റെപ്രസെൻ്റ് ചെയ്തിരുന്നത് റിയൽ നമ്പർ എന്നാണ്. ഈ റിയൽ നമ്പറിൻ്റെ അകത്ത് എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ട്? ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലേ? ഏറ്റവും സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഈവൻ നമ്പർ, ഓഡ് നമ്പർ എന്ന് പറയാം അല്ലേ? ഏറ്റവും സിമ്പിളായിട്ട് ഈവൻ നമ്പർ, ഓഡ് നമ്പർ എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ എന്തൊക്കെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചടേ? ഞാൻ ഓരോന്നായിട്ട് ഇവിടെ എഴുതാം, നിങ്ങളത് ഒന്ന് റിവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്കുക. 1 നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്തായിരുന്നടേ? നാച്ചുറൽ നമ്പർ ഓർമ്മ ഉണ്ടോ? നാച്ചുറൽ നമ്പർ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു തുടങ്ങിയ കാര്യമാണ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണടേ? ആക്ച്വലി ഇതെന്താണ് നാച്ചുറൽ നമ്പർ? കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നോട്ട്ബുക്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് റിയൽ നമ്പറും നാച്ചുറൽ നമ്പറും അടുത്ത ഇനി പറയാൻ പോകുന്ന ഹോൾ നമ്പറും ഇൻറ്റിജറും ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ മാത്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതെല്ലാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നിങ്ങളൊരു നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻ എഴുതിയിരിക്കുക. അത് നിങ്ങളൊരു വർക്കായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പം എങ്ങനെ എഴുതോടെ? നിങ്ങൾ നാച്ചുറൽ നമ്പർ എന്ന ഹെഡിങ് എഴുതിയിട്ട് ഒറ്റ വരിയിലുള്ള ഡെഫിനേഷൻ എഴുതിയത് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. എക്സാമിനൊന്നും അത് ചോദിക്കത്തില്ല. വാട്ട് ഈസ് ദ നാച്ചുറൽ നമ്പർ എന്നുള്ള ക്വസ്റ്റ്യനൊന്നും എക്സാമിന് ചോദിക്കത്തില്ല. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? നാച്ചുറൽ നമ്പർ എന്ന ഹെഡിങ് എഴുതി. നാച്ചുറൽ നമ്പർ എന്ന ഹെഡിങ് എഴുതിയിട്ട് എങ്ങനെ എഴുതും? അതിൻ്റെ താഴെ ഒറ്റ വരിയിലൊരു ഡെഫിനേഷൻ എഴുതിയാൽ മതി. കൗണ്ടിങ് നമ്പേഴ്സ് ആർ കോൾഡ് നാച്ചുറൽ നമ്പർ. എന്തെന്ന് എഴുതും? കൗണ്ടിങ് നമ്പേഴ്സ് ആർ കോൾഡ് നാച്ചുറൽ നമ്പർ. ഞാൻ ഒരെണ്ണം എക്സാമ്പിൾ പറഞ്ഞുതരാം. കൗണ്ടിങ് നമ്പേഴ്സ് ആർ കോൾഡ് നാച്ചുറൽ നമ്പർ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ. നാച്ചുറൽ നമ്പർ എങ്ങനെയുണ്ട് ഡിനോട്ട് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ടാണ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? നാച്ചുറൽ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്ത് എഴുതി? കൗണ്ടിങ് നമ്പേഴ്സ് ആർ കോൾഡ് നാച്ചുറൽ നമ്പർ എന്ന് എഴുതി. ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ N. എക്സാമ്പിളും കൂടെ എഴുതിക്കോ. എക്സാമ്പിൾ എന്താണ്? 1, 2, 3, 4 എക്സെട്ര അല്ലേ? അപ്പോൾ നാച്ചുറൽ നമ്പർ എന്താണെന്ന് എഴുതി. അടുത്ത രണ്ടാമത്തെ കൂട്ടം. ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടേ? ഹോൾ നമ്പർ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹോൾ നമ്പർ. അപ്പം ഞാൻ ഈ നമ്പേഴ്സിൻ്റെയൊക്കെ പേര് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ട് ഈ നമ്പേഴ്സിൻ്റെ എല്ലാം ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് എന്ന് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞുതരാം. അതിൻ്റെ എല്ലാം ഡെഫിനിഷൻ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി വെച്ചേക്കണം. ഓക്കെ, റെഗുലർ ക്ലാസ് തുടങ്ങുമ്പോൾ നോട്ട് ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. എന്താണ് രണ്ടാമത്തത്? ഹോൾ നമ്പേഴ്സ് എന്തെന്ന് എഴുതണം? ഡെഫിനിഷൻ എഴുതണം. എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുമെന്ന് എഴുതണം. പിന്നെ അതിൻ്റെ എക്സാമ്പിളും കൂടി എഴുതണം. ഓക്കെ, അടുത്ത ഏതാണിടെ? ഇൻറ്റിജർ എന്ന് കേട്ടുണ്ടോ? ഇൻറ്റിജേഴ്സ് പൂർണ്ണസംഖ്യകളെന്ന് മലയാളത്തിൽ പറയും. ഇൻറ്റിജേഴ്സ്. എന്താണ് ഇൻറ്റിജേഴ്സ് എന്ന് ഡെഫിനിഷൻ ഒറ്റ വരിയിൽ ഡെഫിനിഷൻ എഴുതുക. പിന്നെ എന്ത് വേണം? അതിനെ ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? അതിൻ്റെ എക്സാമ്പിൾ എഴുതി വയ്ക്കുക. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. അടുത്തത് പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്താണിടെ? പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ടും പിന്നെ ഒന്നുകൊണ്ടും മാത്രമേ പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അതിനെ പ്രൈം നമ്പർ എന്ന് പറയും അല്ലേ? എക്സാമ്പിൾ 7 നമുക്ക് ഏതൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 7/1 = 7 എന്ന് കിട്ടും. 7/7 = 1 എന്ന് കിട്ടും. ഈ 1 കൊണ്ടും 7 കൊണ്ടും അല്ലാതെ ഇതിനെ ഏതെങ്കിലും കൊണ്ട്
പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 7/2 ചെയ്ത് നോക്കാം. എന്ത് കിട്ടി? 3.5. ഇവിടെ ഒരു ഡെസിമൽ നമ്പർ വന്നു അല്ലേ. അപ്പോൾ നമുക്ക് പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ടും പിന്നെ 1 കൊണ്ടും മാത്രമേ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ ആ നമ്പറിനെ എന്തെന്ന് പറയും? പ്രൈം നമ്പർ എന്ന് പറയും. പ്രൈം നമ്പർ എന്ന് പറയും. ഇപ്പോൾ പ്രൈം നമ്പർ എഴുതുക, എക്സാമ്പിളും ഡെഫിനിഷനും ഒക്കെ എഴുതി വയ്ക്കുക. അടുത്ത പ്രൈം നമ്പർ അല്ലാത്തതിന് നമ്മൾ എന്തെന്ന് പറയും? ഇവിടെ കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? അതേ നമ്പരും ഒന്നും അല്ലാതെ വേറെ നമ്പേഴ്സും കൂടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു 6 എഴുതാം. 6നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 എന്ന് കിട്ടും. 6നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് കിട്ടും. ഇനി ഏതൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പൂർണ്ണമായിട്ട്? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു ഇൻറ്റിജർ പൂർണ്ണസംഖ്യ കിട്ടത്തില്ലേ? പിന്നെ എന്തുണ്ട്? 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും. ഇതൊക്കെ ചെയ്തോടെ. അപ്പോൾ 6 പ്രൈം നമ്പറാണ്? അല്ല, അതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ ഹെഡിങ് എഴുതുക, കോമ്പോസിറ്റ് നമ്പർ എന്താണെന്ന് എഴുതുക, ഡെഫിനിഷൻ എഴുതുക, എക്സാമ്പിൾ എഴുതുക കോമ്പോസിറ്റ് നമ്പറിന്. ഇനി നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടല്ലേ? ഞാനിവിടെ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നില്ലേ, ഡെസിമൽ നമ്പർ. ഡെസിമൽ നമ്പർ എന്താണ്? ഡെസിമൽ നമ്പറും അതിൻ്റെ എക്സാമ്പിളും എഴുതുക. ഡെസിമൽ നമ്പർക്ക് നമുക്ക് അറിയാം അല്ലേ, ദശാംശ സംഖ്യകളെന്ന് പറയും അല്ലേ, ദശാംശ സംഖ്യകൾ, ഡെസിമൽ നമ്പർ. ഇനി ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ ഡെസിമൽ നമ്പർ അല്ലാതെ? ഡെസിമൽ, കോമ്പോസിറ്റ് നമ്പർ, ഡെസിമൽ നമ്പർ, ഇനി ഏതെങ്കിലും നിങ്ങൾ കേട്ടുണ്ടോ? അപ്പോൾ ഇപ്പോൾ എത്ര ക്ലാസിഫിക്കേഷനായി? 1, 2, 3, 4, 5, 6 ക്ലാസിഫിക്കേഷനായി. ഇനി ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ക്ലാസിഫൈ ചെയ്യാം? ഇതിനെ ഈവൻ നമ്പറെന്നും ഓഡ് നമ്പറെന്നും ക്ലാസിഫൈ ചെയ്യാം. പിന്നെ പൂർണ്ണവർഗം ഉള്ള, അതായത് സ്ക്വയർ നമ്പേഴ്സ് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലറിയാവുന്ന മെയിൻ ക്ലാസിഫിക്കേഷൻ എല്ലാം എഴുതിയിരിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ഒന്നുണ്ട്, റാഷണൽ നമ്പർ. റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? അത് ഞാൻ നല്ല വ്യക്തമായിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു തരാം. എന്താണ് റാഷണൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? റാഷണൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റിയത്, P/Q, P/Q ഫോമിൽ എഴുതാൻ പറ്റിയ നമ്പർ ആയിരിക്കും എന്ത്? റാഷണൽ നമ്പർ. ഇനി ഇത് റാഷണൽ നമ്പർ ആവണമെങ്കിൽ P/Q ഫോമിൽ എഴുതിയെന്ന് വെച്ച് റാഷണൽ നമ്പർ ആവത്തില്ല. അതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. ആ 2 കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ P/Q ഫോമിൽ എഴുതിയ നമ്പറിന് നമുക്ക് റാഷണൽ നമ്പർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കണ്ടീഷൻസ് കേട്ടോളണം. Pയും Qയും ഇൻറ്റിജർ ആയിരിക്കണം. P ആൻഡ് Q ആർ integers. P and Q are integers and Q not equal to 0. Q 0 ആവാനും പാടില്ല. ഡിവൈഡഡ് ബൈ 0 നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഡിവൈഡഡ് ബൈ ഡിവിഷൻ, 0 കൊണ്ടുള്ള ഡിവിഷൻ ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് എന്താണ് റാഷണൽ നമ്പറിൻ്റെ ഡെഫിനേഷൻ കേട്ട് എഴുതിക്കോ. എ നമ്പർ വിച്ച് ക്യാൻ റെപ്രസെൻറ്റഡ് ഇൻ P/Q ഫോം. എന്താണ്? എ നമ്പർ വിച്ച് ക്യാൻ റെപ്രസെൻറ്റഡ് ഇൻ P/Q ഫോം വെയർ P ആൻഡ് Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയാം. P ആൻഡ് Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. ഇൻറ്റിജർ എന്ന് വെച്ചാൽ എന്താണ്? പൂർണ്ണസംഖ്യകൾ അല്ലേ. Pയും Qയും പൂർണ്ണസംഖ്യകളും ആയിരിക്കണം. ഈ Q 0 വരാനും പാടില്ല. Q എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ 0 വരാനും പാടില്ല. ന്യൂമറേറ്ററിൽ 0 വന്ന പ്രശ്നമുണ്ടോ? ഇല്ല. 0 ഈസ് ആൾസോ ആൻ ഇൻറ്റിജർ അല്ലേ. അപ്പോൾ 0 ന്യൂമറേറ്ററിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. ഒന്നുകൂടി റാഷണൽ നമ്പറിൻ്റെ ഡെഫിനേഷൻ പറയാം. റാഷണൽ നമ്പർ ഈസ് എ നമ്പർ വിച്ച് ക്യാൻ റെപ്രസെൻറ്റഡ് ഇൻ P/Q ഫോം വെയർ P ആൻഡ് Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ P/Q ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അതിൽ തന്നെ Pയും Qയും ഇൻറ്റിജറും ആയിരിക്കണം, Q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ. അപ്പോൾ റാഷണൽ നമ്പർ എന്താണെന്ന് പറഞ്ഞു. അടുത്തത് റാഷണൽ നമ്പർ അല്ലാത്തതിന് നമ്മൾ എന്തെന്ന് പറയും? ഇവിടെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ. ഇതൊക്കെയാണ് എന്ത്? നമ്പറിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻസ്. നമ്പേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. റിയൽ നമ്പറാണ്, റിയൽ നമ്പറിൻ്റെ അകത്ത് വരുന്നതാണ് ഇതെല്ലാം അല്ലേ. റിയൽ നമ്പറിൻ്റെ അകത്ത് വരുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറയായിരുന്നു, ഈ ഒരു ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ചൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത്. ഇതിലൊന്നും വരാത്ത ഒരു കൂട്ടം നമ്പറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ നമ്പറിനെ നമ്മൾ എന്തെന്ന് പറയും? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയും. ആ നമ്പറിനെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയും. ഇനി നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിലോട്ട് പോവാം. ഓക്കെ. കോംപ്ലക്സ് നമ്പേഴ്സിലോട്ട് പോവാം.
10ാം ക്ലാസ്സിൽ നമ്മൾ ചെയ്തായിരുന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്. x² + 1 = 0. നിങ്ങളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതിക്കോ. x² + 1 = 0. x² + 1 = 0. x² + 1 = 0. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കട്ടെ. x² + 1 = 0ൻ്റെ സൊല്യൂഷൻ എന്ത് വരും? x² = -1 എന്ന് എഴുതാം. ഈ +1 ഇപ്പുറത്ത് വന്നപ്പോൾ -1 ആയി. 0 -1 -1 തന്നെയാണ്. x = എന്ത് വരും? ഇവിടെ സ്ക്വയറാണ്, അപ്പോൾ രണ്ട് വശത്തും റൂട്ട് എടുത്തു കഴിഞ്ഞാൽ മതി, ആവും അല്ലേ? x = √-1. x = √-1. ഈ √-1 നമ്മൾ റിയൽ നമ്പറിൻ്റെ കൂട്ടത്തിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നമ്മൾ √-1 റിയൽ നമ്പറിൻ്റെ കൂട്ടത്തിൽ പഠിച്ചിട്ടില്ല. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ റിയൽ നമ്പർ. ഈ നമ്പറിനെ നമ്മൾ കോംപ്ലക്സ് നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് ഇതുപോലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായ? x² + 1 = 0 നമ്മൾ 10ാം ക്ലാസ്സിൽ ചെയ്ത് നോക്കിയപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ b² - 4ac <0 വന്നാൽ എന്ത് സംഭവിക്കുമെന്ന്. <0 ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് നമ്മുടെ സാമാന്യ രൂപം? ax² + bx + c = 0 എന്നുള്ളതാണ്. ഇവിടെ ax² അവിടെ എന്തുണ്ട്? x² ഉണ്ട്, അതായത് 1x² + bx ഉണ്ടോ? എക്സിൻ്റെ ടൈം ഉണ്ടാടെ? ഇല്ല, എക്സിൻ്റെ ടൈം ഇല്ലാതുകൊണ്ട് 0x + c അവിടെ എന്തുണ്ട്? 1 ഉണ്ട്, = 0. അപ്പോൾ നമുക്ക് എന്ത് എഴുതി? a = 1, b = 0, c = 1. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? -b ± √b² - 4ac / 2a. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലേ? ഇതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാടെ. -b, ബിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ എന്ത് വരും? 0 ± b² - 4ac. b² - 4ac. b² എന്താണ്? 0² - 4 × a എത്ര? 1, c എത്ര? 1/2 × 1 അല്ലേ? = എന്താ എഴുതാടെ? 0 ± അത് പോയി. റൂട്ടിൻ്റെ അകത്ത് എന്തുണ്ട്? -4/2 എന്നായി അല്ലേ? റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നു. റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ വർഷം വരെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിൻ്റെ വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയാൽ ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിച്ചോളണം. നമ്മളിവിടെ എന്ത് എഴുതിയിരിക്കുകയാണ്? √-4 എന്ന് എഴുതിയിരിക്കുകയാണല്ലേ? ÷ 2 ഒക്കെ ഒന്ന് കളയാം. √-4 മാത്രം എടുക്കാം. √-4 എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, √-4 എന്താണ്? √-4 ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നത് നോക്കിക്കൊള്ളണം. √-4നെ എന്തെന്ന് ഞാൻ എഴുതുന്നത് നോക്കിക്കൊള്ളണം. -1 × 4 എന്ന് മാറ്റി എഴുതുന്നു. √-4നെ -1 × 4 ഇങ്ങനെ എഴുതിയ പ്രശ്നം ഉണ്ടാടെ. -1 × 4 -4 എന്ന് തന്നെ കിട്ടും. ഇനി ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുകയാണ്, 2 റൂട്ട് ആക്കുകയാണ്. √-1ന് ഒരെണ്ണം എടുത്തു × √4 ഇങ്ങനെ മാറ്റുന്നൊരു പ്രശ്നമുണ്ടോ? ഇതിനെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത വാല്യൂവിന് വല്ല മാറ്റവും വരും? ഇല്ല. √-1 × 4 എന്ന് മാറ്റി എഴുതി. അതിനുശേഷം ഇതിനെ 2 റൂട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. √-1 × √4 ഇങ്ങനെ മാറ്റുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് എന്തറിയാം? √-1 × √4ൻ്റെ എന്താണ്? 2 എന്നാണ്. അപ്പോൾ 2 √-1 എന്നായി. √-4 2 √-1 എന്നായില്ലേ? അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ ഒരു √-1 കിട്ടി. √-1 കിട്ടി. ഇനി ഇതിന് സൊല്യൂഷൻ വല്ലതും ഉണ്ടാടെ? നിങ്ങളുടെ കയ്യിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ കാണത്തില്ലേ? അപ്പോൾ +1 വന്ന ആൾക്കാർ ഇതുവരെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വാങ്ങിച്ചിട്ടില്ല എങ്കിൽ ഒരു കാൽക്കുലേറ്റർ നിർബന്ധമായി എല്ലാവരും മേടിക്കണം കേട്ടോ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ. അപ്പോൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സീരീസ് ഏതെന്നുള്ളത് സാറ് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരേ സീരീസിലുള്ള വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗം വരുന്ന സീരീസ് ഏതെന്ന് പറഞ്ഞു തരും. അതനുസരിച്ച് ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എല്ലാവരും നിർബന്ധമായിട്ടും വാങ്ങിച്ചു വെച്ചേക്കണം. നമുക്ക് ഒരുപാട് പ്രോബ്ലംസൊക്കെ ചെയ്യാൻ, അതായത് മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഒരുപാട് പ്രോബ്ലംസൊക്കെ ചെയ്യാൻ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരെണ്ണം മേടിച്ചേക്കണം കേട്ടോ. അപ്പോൾ എന്താണ് അതിൽ നമ്മൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉള്ള ആൾക്കാർ √-1 = എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ
മാത്ത് എറർ എന്ന് കാണിക്കും. സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ അകത്ത് ഇത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മാത്ത് എറർ എന്ന് കാണിക്കും. അതായത് ഇത് എററാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് എററായിട്ട് മാറിയത്. കാൽക്കുലേറ്ററിൻ്റെ അകത്ത് തന്നെ കോംപ്ലക്സ് നമ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കോംപ്ലക്സ് നമ്പർ എന്നുള്ള ഓപ്ഷൻ ആക്കിയതിന് ശേഷം ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മാത്ത് എറർ വന്ന സംഗതിയെ നമ്മൾ കോംപ്ലക്സ് നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോംപ്ലക്സ് നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഒരു സയൻറ്റിസ്റ്റ്. ഞാൻ ഇവിടെ ബോർഡിൽ എഴുതാം. ആരാണിടെ? യൂക്ലിഡ് എന്നുള്ള സയൻറ്റിസ്റ്റ്, അതായത് ഒരു മാത്തമെറ്റീഷ്യൻ, അദ്ദേഹമാണ് ഈ √-1 ഒരു വാല്യൂ നിർവചിച്ചത്. അദ്ദേഹം ഈ √-1 അയോട്ട, ഒരു ലാറ്റിൻ വേർഡാണ്, ലാറ്റിൻ വേർഡാണ്, അയോട്ട എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അയോട്ട മീൻസ് ഇമാജിനറി എന്നാണ്. അയോട്ട മീൻസ് ഇംഗ്ലീഷിൽ അതിൻ്റെ മീനിങ് ഇമാജിനറി എന്നാണ്. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ ഐ, ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റർ ഐ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം? √-1 = ഐ എന്ന് പറയാം. ഇവിടെ ഈ ഐ എന്താണ്? നമ്മൾ അയോട്ടയെന്നൊന്നും പഠിക്കേണ്ട. ഐ എന്ന് വെച്ചാൽ ഇമാജിനറി നമ്പറാണ്. ഐ എന്ന് വെച്ചാൽ ഇമാജിനറി, ആ ഇമാജിനറിയുടെ ഐ ആണ് ഇവിടെ എടുത്തേക്കുന്നത്. ശ്രദ്ധിക്കുക, സ്മോൾ ലെറ്റർ ഐ കൊണ്ട് മാത്രമേ നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യുള്ളൂ. ക്യാപിറ്റൽ ലെറ്റർ ഐ എന്നും ആരും ഉപയോഗിച്ച് കളയരുത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? √-1 = ഐ എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ എന്തെന്ന് എഴുതാടെ? ഇനി 2i എന്ന് എഴുതാം. ഈ √-1 നമ്മൾ ഐ എന്ന് എഴുതി. അപ്പോൾ 2i എന്ന് എഴുതിക്കൂടെ? ഈ ഐ എന്താണ്? ഇമാജിനറി നമ്പറാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഐ നമുക്കിവിടെ കിട്ടി. ഐ = എന്താണ്? √-1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ I² എന്ത് കിട്ടൂടെ? I² എന്ത് വരും? √-1² -1 എന്ന് വരും. റൂട്ട് അങ്ങ് പോകുമല്ലേ സ്ക്വയർ എടുക്കുമ്പോൾ? √-1² -1 എന്ന് വരും. അപ്പോൾ എന്താണ് ഐ എന്ന് മനസ്സിലായ? ഐയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? √-1 ആയിരിക്കും ഐയുടെ വാല്യൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോട്ടിൽ എഴുതി വെച്ചേക്കണം. I = √-1 where I is the imaginary number, അല്ലേ? I is the imaginary number. ഐക്ക് ഒറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഐക്ക് ഒരൊറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ. എന്താണ്? √-1 എന്നുള്ള ഒറ്റ വാല്യൂ മാത്രമേ ഐക്കുള്ളൂ. അപ്പോൾ I = √-1 where I is imaginary number എന്നൊക്കെ നോട്ട്ബുക്കിൽ എഴുതിയേക്കണം. ഈ യൂക്ലിഡും അയോട്ടയൊന്നും നിങ്ങൾ ആലോചിച്ചേക്കണമെന്നില്ല. അതൊന്നും എക്സാം ചോദിക്കത്തില്ല. ഐ എന്താണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, √-4 നമ്മൾ എന്തെന്ന് എഴുതി? 2i എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ √-7 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റൂടെ? √-7 നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കിയാൽ √-7 നമുക്ക് -1 × 7 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു -1 × √-1 × അതായത് √-1 എന്തായി? ഐ എന്നായി. ഐ × √7 എന്നായി. ഐ × √7 എന്നായി. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് -1 വന്നു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ സൊല്യൂഷനിൽ എന്ത് വരും? ഐയും കൂടി വരും. √-7 ഡയറക്റ്റ് എഴുതിക്കൂടെ? ഐ √7 എന്ന് എഴുതിക്കൂടെ? ഇനി ഡയറക്റ്റ്. അങ്ങനെയാണെങ്കിൽ √-8 എന്തെന്ന് എഴുതും? ഐ √8 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ √-x എന്തെന്ന് എഴുതോടെ? √-x ഐ √x എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് -1 വന്നു കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷനായിട്ട് എന്തുണ്ട്? നമ്മുടെ ഇമാജിനറി നമ്പറായിട്ടുള്ള ഐ ഉണ്ട്. ഓക്കെ, ഐ ഉണ്ട്. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? കോംപ്ലക്സ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. കോംപ്ലക്സ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു റിയൽ പാർട്ട് കാണും, അതിന് ഒരു ഇമാജിനറി പാർട്ട് കാണും. അപ്പോൾ കോംപ്ലക്സ് നമ്പറിൻ്റെ പൂർണ്ണ രൂപം എന്തായിരിക്കും ഇവിടെ? കോംപ്ലക്സ് നമ്പറിൻ്റെ പൂർണ്ണ രൂപം റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൂടെ ചേരുന്നതായിരിക്കും കോംപ്ലക്സ് നമ്പറിൻ്റെ പൂർണ്ണ രൂപം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കോംപ്ലക്സ് നമ്പർ ഈക്വൽ ടു റിയൽ നമ്പർ പ്ലസ് ഇമാജിനറി നമ്പർ. കംപ്ലീറ്റ് ആയിട്ട് എഴുതണം കേട്ടോ. റിയൽ നമ്പർ പ്ലസ് ഇമാജിനറി നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് ദ സം ഓഫ് റിയൽ നമ്പർ പ്ലസ് ഇമാജിനറി നമ്പർ ആയിരിക്കും. ഇത് കോംപ്ലക്സ് നമ്പർ ഒരു റിയൽ നമ്പറിൻ്റെയും ഇമാജിനറി നമ്പറിൻ്റെയും കൂടെ സം ആയിരിക്കും എന്ത്? കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾ ജനറലായിട്ട് കോംപ്ലക്സ് നമ്പറിനെ ക്യാപിറ്റൽ ലെറ്റർ ഇസഡ്, ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റർ ഇസഡ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നെഴുതും. ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നെഴുതും. എന്താണ് ഇസഡ്? എന്താണ്? കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇസഡ്. ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി. ഇനി ഇവിടെ എ എന്താണെന്ന് പറയാം, ബി എന്താണെന്ന് പറയാം. ഈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിയൽ പാർട്ടാണ്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിയൽ പാർട്ടാണ്. ഈ ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബിയിൽ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടാണ്. ബി എന്തായിരിക്കും ഇവിടെ? അപ്പോൾ ഇമാജിനറി പാർട്ട്. ഇമാജിനറി പാർട്ട്. എ റിയൽ പാർട്ടാണ്, ബി ഇമാജിനറി പാർട്ടാണ്. നമ്മൾ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ എന്താണ്? ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബിയിൽ എ റിയൽ പാർട്ടാണ്, ബി ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ എന്തെന്ന് എഴുതാം? എ കോംപ്ലക്സ് നമ്പർ ഈസ് എ നമ്പർ ഓഫ് ദ ഫോം ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി. എന്താണ്? എ കോംപ്ലക്സ് നമ്പർ ഈസ് എ നമ്പർ ഓഫ് ദ ഫോം ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി where A is real part, where A is real part and B is imaginary part. B is imaginary part. A real part ആണ്, B imaginary part ആണ്. ഈ imaginary part എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഈ I വന്നിരിക്കുന്നതിൻ്റെ കൂടെ വരുന്നതാണ് എന്ത്? ഇമാജിനറി പാർട്ട്. ഐ ഇല്ലാതെ വരുന്നത് ഏതാണ്? റിയൽ പാർട്ട്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ കണ്ടിട്ട് ഐഡൻറ്റിഫൈ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇമാജിനറി പാർട്ടിൻ്റെ കൂടെ ഐ കാണും, ഐ ഇല്ലാത്തത് റിയൽ പാർട്ടുമായിരിക്കും. ഓക്കെ, ഐ ഇല്ലാത്തത് റിയൽ പാർട്ടുമായിരിക്കും. ഐ ഇല്ലാത്തത് റിയൽ പാർട്ടും ആയിരിക്കും. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിച്ചോളണം. ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്താണിവിടെ? കോംപ്ലക്സ് നമ്പറാണ്. ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി. ഇനി നമുക്കിതിൻ്റെ റിയൽ പാർട്ടിനെയും ഇമാജിനറി പാർട്ടിനെയും സെപ്പറേറ്റ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കിക്കോ. ആർ ഇ ഓഫ് ഇസഡ്, ആർ ഇ ഓഫ് ഇസഡ് എന്ന് എഴുതും. ആർ ഇ ഓഫ് ഇസഡ് എന്ന് എഴുതിയിട്ട് റിയൽ ഓഫ് ഇസഡ് എന്ന് വായിക്കും. റിയൽ ഓഫ് ഇസഡ്, ഇതിലെ റിയൽ ഓഫ് ഇസഡ് ഏതാണ്ട് എ ആണ്. എ ആണ്. ആർ ഇ ഓഫ് ഇസഡ് എന്ന് എഴുതിയിട്ട് റിയൽ ഓഫ് ഇസഡ് എന്ന് വായിക്കും. റിയൽ ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എ ആണ്. അടുത്ത ഇമാജിനറി പാർട്ടിനെ നമ്മൾ ഐ എം ഓഫ് ഇസഡ് എന്ന് എഴുതും. ഇമാജിനറി പാർട്ടിനെ ഐ എം ഓഫ് ഇസഡ് എന്ന് എഴുതും. ഐ എം ഓഫ് ഇസഡ് എന്ന് എഴുതിയിട്ട് ഇമാജിനറി ഓഫ് ഇസഡ് എന്ന് വായിക്കും. അതായത് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട് എന്നാണ് മീനിങ്. ഇമാജിനറി ഓഫ് ഇസഡ് ഏതായിരിക്കും ഇവിടെ? ബി ആണ്. ഇമാജിനറി ഞാൻ പറഞ്ഞായിരുന്നു, ഇമാജിനറി പാർട്ട് എപ്പോഴും ഐൻ്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന് എഴുതി. എ പ്ലസ് ഐ ബിയിൽ റിയൽ ഓഫ് ഇസഡ് എന്ന് എഴുതിയിട്ട് അതിലെ എ റിയൽ പാർട്ടായി. ഈ ഐ എം ഓഫ് ഇസഡ് അഥവാ ഇമാജിനറി ഓഫ് ഇസഡ് ഈക്വൽ ടു ബി ആയി. ഈ ബി എവിടെ നിന്ന് കിട്ടി? എങ്ങനെ ഇത് ബി ആയി? ഐൻ്റെ കൂടെ വന്നത്, ഇമാജിനറിൻ്റെ കൂടെ വന്നതാണ് ഏത്? ഇമാജിനറി പാർട്ട്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ എങ്ങനെ എഴുതുമെന്നും അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഐഡൻറ്റിഫൈ ചെയ്യാനും വ്യക്തമായി അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം. ഐഡൻറ്റിഫൈ ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ് നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളണം. ഐഡൻറ്റിഫൈ ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ് നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ എഴുതിയാ? ഐഡൻറ്റിഫൈ ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഒന്നാമത്തെ എഴുതിക്കോ. Z1 is equal to √3 plus √2i, √3 plus i√2. ഇതിൽ റിയൽ ഓഫ് ഇസഡ് എന്താണ്ട്? റിയൽ ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ഐ ഇല്ലാതെ വരുന്നത് റിയൽ ഓഫ് ഇസഡ്. അപ്പോൾ √3. ഇമാജിനറി ഓഫ് ഇസഡ് എന്ത് കിട്ടൂടെ? ഐ എം ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഐൻ്റെ കൂടെ വന്നേക്കണ ഏതാണ്? √2. ഐൻ്റെ കൂടെ വന്നേക്കുന്നത് √2. ഈ √3 √2 ഒക്കെ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണല്ലേ. √2ഉം √3 ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ്. പക്ഷെ നമുക്കിവിടെ ഐൻ്റെ കൂടെ വന്നുകൊണ്ട് അത് ഇമാജിനറി പാർട്ട് ഐ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടോ ഇമാജിനറി പാർട്ടോ ഐഡൻറ്റിഫൈ ചെയ്തില്ലേ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. Z2 is equal to -3 - 2i, -3 - 2i. ഇതിൻ്റെ റിയൽ പാർട്ട് ഏതായിരിക്കും ഇവിടെ? റിയൽ പാർട്ട് എങ്ങനെ എഴുതും?
റിയൽ ഓഫ് ഇസഡ് സീക്വൽ ടു ഐൻ്റെ കൂടെ വരുന്നത് ഇമാജിനറി പാർട്ട്, ഐ ഇല്ലാതെ വരുന്ന റിയൽ പാർട്ട്. അപ്പോൾ ഐ ഇല്ലാതെ വരുന്നതൊക്കെ ഏതാണ്? -3 ആണ്. അപ്പോൾ -3 അല്ലേ റിയൽ പാർട്ട്. അടുത്ത ഇമാജിനറി പാർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇമാജിനറി ഓഫ് ഇസഡ് സീക്വൽ ടു എന്തായിരിക്കും ഇവിടെ? 2 ആയിരിക്കുമോ -2 ആയിരിക്കുമോ? ഇമാജിനറി ഓഫ് ഇസഡ് ഇതിൻ്റെ 2 ആയിരിക്കുമോ -2 ആയിരിക്കുമോ? ഇവിടെ ആൻസർ -2 ആയിരിക്കും. കാരണം ഇവിടെ നമ്മുടെ ജനറൽ ഫോമിൽ ഇവിടെ പ്ലസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. ഈ എക്സ്ട്രാ ഈ വന്നിരിക്കുന്ന മൈനസ് ഇതിൻ്റെ കൂടെ ഉള്ള മൈനസാണ്. ആ പ്ലസും മൈനസും കൂടെ ചേർന്നാണ് ഇവിടെ മൈനസ് ആയിരിക്കുന്നത്. അതായത് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതി തരാം. -3 പ്ലസ് -2i എന്നാണ്. -3 പ്ലസ് -2i. ഈ -2 ആണ് ഇതിൻ്റെ ഇമാജിനറി പാർട്ട്. അപ്പോൾ ഈ ഒരു ഫോമിൽ തന്നാൽ അതിൻ്റെ ഇമാജിനറി പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ റിയൽ പാർട്ട് -3യും ഇമാജിനറി പാർട്ട് -2 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ സൈൻ എപ്പോഴും ശ്രദ്ധിച്ചോളണം. ആ സൈൻ അനുസരിച്ച് മാത്രമേ നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എടുത്ത് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ എങ്ങനെ എഴുതുമെന്നും അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് മനസ്സിലായോ? അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ഇതിൻ്റെ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം, അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ അവിടെ ഏതാണ്ട് എഴുതിയേക്കുന്നത് കോംപ്ലക്സ് നമ്പർ എന്തെന്നായി. ഇനി അടുത്ത സെക്ഷൻ എന്താണ് എഴുതിയേക്കുന്നത്? ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിൽ ആദ്യത്തെ ഓപ്പറേഷൻ, അതായത് ആൾജിബ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിലെ ഓപ്പറേഷൻസ് ആണെന്ന് പറഞ്ഞായിരുന്നു. ആദ്യത്തെ ഏതാണ്ട് അഡിഷൻ അല്ലേ? അഡിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. ഹെഡിങ് എന്താണ്? അഡിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. അതായത് 2 കോംപ്ലക്സ് നമ്പറുകളെ എങ്ങനെ ആഡ് ചെയ്യും, 2 കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ കൂട്ടി എഴുതും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഞാൻ ജനറൽ ഫോം പറയാം. Z1 സീക്വൽ ടു, ഒരു കാര്യം ചെയ്തോ, Z1 സീക്വൽ ടു a പ്ലസ് IB, Z2 സീക്വൽ ടു C പ്ലസ് ID. ഇത് ഒന്നാമത്തെ കോംപ്ലക്സ് നമ്പർ, ഇത് രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത് തമ്മിൽ ആഡ് ചെയ്യണം. ഈ 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ ആഡ് ചെയ്യണം. അതായത് Z1 പ്ലസ് Z2 ചെയ്യണം അല്ലേ. ആഡ് ചെയ്യുന്ന വെച്ചാൽ കൂട്ടണം അല്ലേ. Z1 പ്ലസ് Z2 ചെയ്യണം. Z1 എന്താണ്? a പ്ലസ് IB ആണ് Z1 അല്ലേ. a പ്ലസ് IB അല്ലേ Z1. അതേ പ്ലസ് C പ്ലസ് ID. ഇത് വളരെ സിമ്പിളാണ് ഇത് കൂട്ടുന്നത്. ഇതെങ്ങനെ കൂട്ടുമെന്ന് നോക്കിക്കൊള്ളണം. നമ്മൾ ഈ നമ്പർ കൂട്ടുന്നത് 2 കോംപ്ലക്സ് നമ്പർ കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, റിയൽ പാർട്ട് തമ്മിൽ ആഡ് ചെയ്ത് റിയൽ പാർട്ടായിട്ട് എഴുതണം. 2 കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് തമ്മിൽ ആഡ് ചെയ്ത് റിയൽ പാർട്ടായിട്ട് എഴുതണം. ആദ്യത്തിൻ്റെ റിയൽ പാർട്ട് ഏതാണ്ട് A ആണ്, രണ്ടാമത്തിൻ്റെ റിയൽ പാർട്ട് ഏതാണ്ട് C ആണ്. അപ്പോൾ റിയൽ പാർട്ട് തമ്മിൽ ആഡ് ചെയ്യണം. A പ്ലസ് C ചെയ്ത് എന്തായിട്ട് എഴുതും? റിയൽ പാർട്ടായിട്ട് എഴുതും. പ്ലസ് ഇമാജിനറി പാർട്ട് തമ്മിൽ ആഡ് ചെയ്ത് ഇമാജിനറി പാർട്ടായിട്ട് എഴുതണം. ഇമാജിനറി പാർട്ട് ഏതാണ്ട് IB പ്ലസ് ID, ദാറ്റ്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാടേ നമുക്ക്? A പ്ലസ് C പ്ലസ് I കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ B പ്ലസ് D. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതും ഒരു കോംപ്ലക്സ് നമ്പർ തന്നെ ആയിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്തത്? റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്ത് എയും സിയും ഇതിൻ്റെ 2ൻ്റെ റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്ത് ഇവിടുത്തെ റിയൽ പാർട്ടായി, ഇമാജിനറി പാർട്ട് തമ്മിൽ ആഡ് ചെയ്ത് ഇവിടുത്തെ ഇമാജിനറി പാർട്ടായിട്ടും എഴുതി. ഓക്കെ അല്ലേ? ആഡ് ചെയ്യുന്നത് വളരെ സിമ്പിൾ അല്ലേ? ഇതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷനും. റിയൽ പാർട്ട് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്ത് റിയൽ പാർട്ടായിട്ടും ഇമാജിനറി പാർട്ട് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്ത് ഇമാജിനറി പാർട്ടായിട്ടും എഴുതും. അത് നമുക്കപ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ അഡിഷൻ വ്യക്തമായി മനസ്സിലായില്ലേ? 2 നമ്പർ കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്താൽ കിട്ടുന്നതും എന്തായിരിക്കും? വേറൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. Z1 സീക്വൽ ടു 3 പ്ലസ് 2i. Z1 സീക്വൽ ടു 3 പ്ലസ് 2i. ഇതൊക്കെ നിങ്ങൾ എഴുതി ഒരു ബുക്കിൽ എഴുതിയിട്ട് കോളം വരച്ച് ഇടണം കേട്ടോ. കോളത്തിലാക്കി ഇട്ടേക്കണം. Z1 is equal to 3 plus 2i. Z2 is equal to 4 plus 5i. Z2 is equal to 4 plus 5i. ഇതെങ്ങനെ ആഡ് ചെയ്യോടെ? 4 plus 5, 3 plus 2iയും 4 plus 5iയും അല്ലേ? നമുക്കിവിടെ ചെയ്ത് നോക്കാം. Z is equal to
എന്താണ് Z1 പ്ലസ് Z2 ആണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. Z is equal to Z1 പ്ലസ് Z2. Z1 എന്താണ് 3 പ്ലസ് 2i ആണ് നമ്മുടെ Z1. Z2 എന്താണ് 4 പ്ലസ് 5i. 4 പ്ലസ് 5i. നമ്മളെങ്ങനെ ആഡ് ചെയ്യും? ഇതിൻ്റെ റിയൽ പാർട്ട് തമ്മിൽ ആഡ് ചെയ്യണം. ആദ്യത്തിൻ്റെ റിയൽ പാർട്ട് 3 ആണ്, ഇതിൻ്റെ റിയൽ പാർട്ട് 4 ആണ്. അപ്പോൾ 4 പ്ലസ് 3 എത്ര കിട്ടും? 7 എന്ന് കിട്ടും. 4 + 3 = 7 എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ്? ഇമാജിനറി പാർട്ട് തമ്മിൽ ആഡ് ചെയ്യണം. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എന്താണ്? 2i എന്നുള്ളതാണ്. ഇവിടുത്തത് 5i എന്നുള്ളതാണ്. അപ്പോൾ എന്ത് കിട്ടി? 2i പ്ലസ് 5i = 7i. 7i. അപ്പോൾ നമുക്ക് 2 കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്ത് എങ്ങനെയെന്ന് മനസ്സിലായി. റിയൽ പാർട്ട് ആഡ് ചെയ്ത് റിയൽ പാർട്ടായിട്ട് എഴുതി, ഇമാജിനറി പാർട്ട് ആഡ് ചെയ്ത് ഇമാജിനറി പാർട്ടായിട്ടും എഴുതി. ഓക്കെ, വ്യക്തമായി മനസ്സിലായടെ ആഡ് ചെയ്തത് എങ്ങനെയാണെന്ന്. ഇനി അടുത്ത ഒരു ഹെഡിങ് കൂടെ എഴുതിക്കോ. നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ സബ്ട്രാക്ഷൻ കൂടി പഠിച്ച് ഈ ഒരു സെക്ഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സബ്ട്രാക്ഷൻ കൂടി പഠിച്ചിട്ട് ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ഹെഡിങ് എഴുതിക്കോ. സബ്ട്രാക്ഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. സബ്ട്രാക്ഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്, അതായത് ഡിഫറൻസ് ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. ഡിഫറൻസ് എന്ന് വെച്ചാൽ സബ്ട്രാക്ഷൻ അല്ലേ. ഡിഫറൻസ് ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. ഇവിടെ നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? Z1 നേരത്തെ തന്നിട്ടുള്ള a+ib-യും Z2 c+id-യുമാണ്. അപ്പോൾ Z നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? Z1 മൈനസ് Z2. Z1 മൈനസ് Z2 നേരത്തെ ചെയ്ത അതുപോലെ തന്നെ. പ്ലസിന് പകരം മൈനസ് വന്നു എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ്? a+ib മൈനസ്, പ്ലസിന് പകരം എന്ത് വന്നു? മൈനസ് വന്നു. c+id. a+ib മൈനസ് c+id. എങ്ങനെ ചെയ്യൂടെ? റിയൽ പാർട്ട് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് എന്തായിട്ട് എഴുതും? റിയൽ പാർട്ടായിട്ട് എഴുതും. ഇവിടുത്തെ റിയൽ പാർട്ട് ഏതാണ്? a ആണ്, ഇവിടുത്തെ c ആണ്. അപ്പോൾ എന്ത് വരും? a മൈനസ് c. ഇവിടെ എന്താണ്ട്? ഇമാജിനറി പാർട്ട് സബ്ട്രാക്ട് ചെയ്ത് ഇമാജിനറി പാർട്ടായിട്ട് തന്നെ എഴുതും. പ്ലസ് ഇവിടുത്തെ എന്താണ്? b ആണ്, ഇവിടുത്തെ എന്താണ്? d ആണ്. അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് ഇമാജിനറി പാർട്ടായിട്ട് എഴുതി. അപ്പോൾ എന്ത് കിട്ടി? a മൈനസ് c പ്ലസ് i ഇൻറ്റു b മൈനസ് d. സബ്ട്രാക്ഷനിലും അഡീഷനിലും ഉള്ള ഒറ്റ വ്യത്യാസം പ്ലസിൻ്റെ സ്ഥാനത്ത് -1 ഉള്ളൂ. ഇത് നമ്മുടെ ജനറൽ ഫോമിലുള്ളതാണ്. Z is equal to a+ib എന്നുള്ളത്. അതായത് ഇവിടെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ a+ib, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ എന്ത് വരും? -c മൈനസ് id എന്ന് വരും. ഈ എയും -യും കൂടെ -id കൂടെ ചേർത്ത് എഴുതി. പിന്നെ എന്താ എഴുതി? ib നിന്ന് id കുറച്ച് ഇവിടെ എഴുതി. i കോമൺ ആയിട്ടും എടുത്തു. ഓക്കെ, i കോമൺ ആയിട്ടും എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് തന്നെ സബ്ട്രാക്ഷൻ കൂടി ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ എഴുതി വെച്ചേക്കണം കേട്ടോ. ഇതൊക്കെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചേക്കണം. ഈ ഒരു ക്വസ്റ്റ്യന് തന്നെ സബ്ട്രാക്ഷൻ കൂടി ചെയ്ത് നോക്കാടെ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 3 പ്ലസ് 2i എന്നുള്ളത് Z1. Z2 എന്താണ്? 4 പ്ലസ് 5i. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. Z1 is equal to എന്ത് ചെയ്യാം? Z1 മൈനസ് Z1 അല്ല, Z is equal to Z1 മൈനസ് Z2 ആണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യാടെ? Z1ൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 3 പ്ലസ് 2i എന്ത് വരും? മൈനസ് 4 പ്ലസ് 5i. 3 പ്ലസ് 2i മൈനസ് 4 പ്ലസ് 5i. ഇത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യാം. എന്ത് വരും? 3 പ്ലസ് 2i മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. മൈനസ് ഈ 4ൻ്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. സൈൻ ഒന്നും ഇല്ലെങ്കിൽ പ്ലസ് എന്നാണ് മീനിങ്. അപ്പോൾ ഇവിടെ -4 വന്നു. മൈനസ് ഇൻറ്റു പ്ലസ് ഇവിടെ -5i വന്നു അല്ലേ. ഇനി എന്ത് ചെയ്താൽ മതി? റിയൽ പാർട്ട് തമ്മിൽ 3 -4, 3 നിന്ന് -4 പോയി കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ -1 വരും. 2 ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം അല്ലേ. അതായത് 4 നിന്ന് 3 കുറച്ചു, വലുതിൻ്റെ ചിഹ്നം ഏതാണ്? 4ൻ്റെ ചിഹ്നം മൈനസ് ആണ് അല്ലേ. 3 - 4 -1. അടുത്ത എന്താണ്? 2i മൈനസ് 5i. 2i നിന്നും 5i കുറക്കണം. 2iയിൽ നിന്നും 5i കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? -3i എന്ന് കിട്ടും. 2 നിന്ന് -5 ആണ് കുറയ്ക്കാൻ ഉള്ളത് അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? -3i എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ചെയ്ത മനസ്സിലായ?
ചെയ്ത് മനസ്സിലായോ? റിയൽ പാർട്ട് തമ്മിൽ മൈനസ് ചെയ്ത് റിയൽ പാർട്ടായിട്ട് ഇമാജിനറി പാർട്ട് തമ്മിൽ മൈനസ് ചെയ്ത് ഇമാജിനറി പാർട്ടായിട്ട് എഴുതി. ഇതിലെ റിയൽ ഓഫ് ഇസഡ് എന്ത് വരും? ഇവിടെ റിയൽ ഓഫ് ഇസഡ് ഈക്വൽ ടു -1 എന്ന് വരും. ഇമാജിനറി ഓഫ് ഇസഡ് എന്ത് വരും? ഇവിടെ ഇമാജിനറി ഓഫ് ഇസഡ് ഈക്വൽ ടു എന്ത് വരും? 3 ആണോ -3 ആണോ? -3 ആണ് വരുന്നത് അല്ലേ? -3 എന്ന് വരും. പറഞ്ഞ് മനസ്സിലായടെ? അപ്പോൾ അഡിഷനും സബ്ട്രാക്ഷനും വ്യക്തമായി മനസ്സിലായോ? ഇനി നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ആൾജിബ്രയിൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും വ്യക്തമായി പഠിച്ചു വയ്ക്കുക. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നോട്ടിൽ വ്യക്തമായിട്ട് എഴുതി വയ്ക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ എഴുതി സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കിയുള്ള പഠിക്കാം. ഓക്കെ, താങ്ക് യു.